സമുദായങ്ങൾക്ക് നൽകിയ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് സർക്കാർ ധവളപത്രമിറക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളിൽ മറുപടി പറയേണ്ടത് രാഷ്ട്രീയക്കാരും സർക്കാരുമാണ്. സമസ്തയിലെ രണ്ട് പക്ഷങ്ങൾ തമ്മിൽ അകലം കുറഞ്ഞുവരികയാണെന്നും ഖലീൽ അൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾക്ക് എത്ര കിട്ടിയില്ല എന്നുള്ളതൊക്കെ സർക്കാർ ധവളപത്രം ഇറക്കിയാൽ അതിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തു വരുമല്ലോ. കേരള മുസ്ലിം ജമാഅത്തിന്റെ തീരുമാനം ഒരു കാരണവശാലും ഒരു പത്രപ്രവർത്തകനെയും മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. പിന്നെ മറുപടി പറയേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടിക്കാർ അവർ പറയണം. അകലം കുറഞ്ഞ് അടുത്തെത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടുത്ത കാലത്ത് തന്നെ ഐക്യം ഉണ്ടാവുന്ന ഞങ്ങളുടെ വിശ്വാസം ഉണ്ടാവണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ബജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ബജീഷ്, എന്തായിരുന്നു ബുഖാരി തങ്ങളുടെ പ്രതികരണം? ഇതിനകത്ത് പല വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഒന്ന്, ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ, അതായത് തങ്ങൾക്ക് SNDPക്ക് ഒന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യമായിട്ടൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാതിയിൽ അത് അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഏതൊക്കെ സമുദായങ്ങൾക്ക് നൽകി എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു ധവളപത്രം ഇറക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഏതൊക്കെ സമുദായങ്ങൾക്ക് എത്രയൊക്കെ സാധനങ്ങൾ കിട്ടി എന്നുള്ള കാര്യത്തിനകത്ത് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം. മറ്റൊന്ന്, മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ, വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ സംബന്ധിച്ചുള്ള അതിനകത്ത് പ്രതികരിക്കേണ്ടത് തങ്ങളല്ല, ഇക്കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് സർക്കാരും രാഷ്ട്രീയക്കാരുമാണ് എന്നുള്ളൊരു മറുപടിയാണ് അൽ ബുഖാരി തങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹം രണ്ട് തരത്തിൽ, അതായത് ഒന്ന്, സമുദായത്തിന് ലഭിച്ച സംവിധാനങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ സൗകര്യങ്ങളും മറ്റ് നേട്ടങ്ങളും സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ധവളപത്രം ഇറക്കണം. ഇതിന് പൊതുസമൂഹത്തിന് മുന്നിൽ ഏതൊക്കെ സമുദായങ്ങൾക്കാണ് ലഭിച്ചതെന്നുള്ളൊരു വ്യക്തത വരണം. ഇത് സർക്കാരിന്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയുടെ ഭാഗത്തുനിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നത് എന്നുള്ളത് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളിലും വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിലും തങ്ങൾക്കുള്ള ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വിമർശനം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് വേണം നമുക്ക് ഇതിനകത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ. അമൃത, ഒന്നുകൂടി ചോദ്യം. വെള്ളാപ്പള്ളിയെ പരോക്ഷമായി തള്ളുക തന്നെയാണ് ചെയ്യുന്നത്. വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങൾ സംബന്ധിച്ച് നിരവധി തവണ വെള്ളാപ്പള്ളി എന്തുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല എന്നടക്കം ചോദിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങളെയോ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു നിലപാട് നേരത്തെയും കേരള ജമാഅത്ത് കൗൺസിലിന് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും സമുദായങ്ങൾക്ക് അതിൻ്റെ ഇതിൽ കവിഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അനർഹമായിട്ടുള്ള എന്തെങ്കിലും പദവികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ട് തരത്തിൽ ഒരു ധവളപത്രം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. സർക്കാർ ഇത്തരത്തിൽ അനർഹമായിട്ട് ഏതെങ്കിലും സമുദായങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് പൊതുസമൂഹത്തിന് വന്നിരിക്കുന്ന ഒരു സംശയം അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വെള്ളാപ്പള്ളി ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിനകത്ത് ഒരു വ്യക്തത വരുത്താനുള്ള ബാധ്യത സർക്കാരിനാണ്. സർക്കാർ ഇതിനകത്ത് ധവളപത്രം ഇറക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് അൽ ബുഖാരി തങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ വർഗീയവാദികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. അത് വെള്ളാപ്പള്ളിയുടെ പേരെടുത്തുകൊണ്ടല്ല, പക്ഷേ മാധ്യമപ്രവർത്തകരെ രാഷ്ട്രീയമായോ മതപരമായോ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്നതിനോട് സംഘടനകൾക്ക് തങ്ങളുടെ സംഘടനയ്ക്ക് അതിന് അനുകൂലമായ നിലപാടില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുകയാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ പേര് എടുത്തു പറയുന്നില്ല എന്നുള്ളതും പ്രത്യേകം പരാമർശം അല്ലെങ്കിൽ പ്രത്യേകം നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അമൃത.